നമസ്കാരം. നിമിത്തശാസ്ത്രം. ഈശ്വരൻ്റെ കയ്യൊപ്പ് ആശ്ചര്യജനകമാം വിധം തെളിഞ്ഞു കാണാവുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം. നമ്മുടെ മനസ്സ് പ്രാർത്ഥനാനിർഭരും വ്രതശുദ്ധിയുമായി മാറ്റിയാൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലെയും പ്രശ്നങ്ങൾ തിരിച്ചറിയാനും പ്രതിവിധി നിർദ്ദേശിക്കാനും കഴിയും. പ്രശ്നം തെറ്റിയാലും നാളു മാറിയാലും പേര് മാറിയാലും ഫലഭാഗങ്ങളിൽ തെറ്റുപറ്റാത്തതായി ഒന്നുണ്ട്. അതാണ് നിമിത്തം. ജ്യോതിശാസ്ത്രത്തിൻ്റെ 6 അംഗങ്ങളിൽ സമുന്നതമായ സ്ഥാനമാണ് നിമിത്തത്തിന് ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നത്. യാദൃശ്ചികമായി കാണുന്ന സംഗതികൾ യുക്തിപരമായി ചിന്തിച്ച് ഫലം പറയുകയാണെങ്കിൽ ശ്രോതാക്കളെ അത്ഭുതപ്പെടുത്താൻ കഴിയും. നിമിത്തം ചിന്തിക്കാനുള്ള കഴിവ് ഓരോരുത്തരിലും വിഭിന്നമായിരിക്കും. അതിന് ഈശ്വരാനുഗ്രഹം സമ്പാദിച്ചാൽ മാത്രം മതി. ജ്യോതിഷം പഠിക്കാതെ നിമിത്തശാസ്ത്രം മാത്രം പഠിച്ച് പ്രസിദ്ധരായ അനേകായിരം ജ്യോത്സ്യന്മാർ സമൂഹത്തിലുണ്ട്. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ആളുടെ അംഗസ്പർശനം ശ്രദ്ധിച്ചാൽ തന്നെ അവർ പറയുന്നത് കാര്യസാധ്യമുണ്ടാവുമോ ഇല്ലയോ എന്ന് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ കഴിയും. പണ്ടുകാലത്ത് ഭൂരിപക്ഷ ജ്യോത്സ്യന്മാരും നിമിത്തശാസ്ത്രം, ഉൾപ്രേരണ, ശ്വാസഗതി, അംഗസ്പർശനം ആദ്യം ഉച്ചരിക്കുന്ന വാക്കുകളിൽ നിന്ന് ലഗ്നം കണ്ടുപിടിച്ച് ഫലം പറയുന്ന രീതിയാണ് അവലംബിച്ചത്. ജ്യോതിഷത്തിൽ നിമിത്തം ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ്. പുതുതലമുറയിൽപ്പെട്ടവർ ശ്ലോകം ചൊല്ലി അർത്ഥം പറയുന്ന രീതി അവലംബിച്ചപ്പോൾ നിമിത്തശാസ്ത്രം ഇല്ലാതായി. പ്രകൃതിക്ഷോഭവും ഭൂകമ്പങ്ങളും ലോക ജനതയെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു. ഭൂമികുലുക്കം വന്നാലും പെരുമഴ വന്നാലും നമുക്കത് മുൻകൂട്ടി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കുന്നില്ല. ന്യൂനമർദ്ദം മൂലം പെരുമഴയുണ്ടാവുമെന്ന് പറയുകയല്ലാതെ എത്രമാത്രം വെള്ളം ഉയർന്നു വരുമെന്ന് തിട്ടപ്പെടുത്തുന്നതിന് എപ്പോഴും പിഴവാണ് കാണാറ്. ജ്യോതിഷപ്രകാരം പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും മുൻകൂട്ടി ശ്രദ്ധിക്കാനും അതിനൊത്ത് പ്രതികരിക്കാനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പ്രത്യേക കഴിവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ നിമിത്തശാസ്ത്രത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്തു. പക്ഷികൾ കൂട്ടത്തോടെ കൂടുകൾ ഉപേക്ഷിച്ചു പോകുക, മൃഗങ്ങൾ ഭയന്ന് നിലവിളിക്കുക, അസ്വസ്ഥത കാണിക്കുക എന്നിവ ഉണ്ടാവുമെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു. ഭൂമികുലുക്കം ഉണ്ടായതിൻ്റെ അന്ന് വെളുപ്പിനെ തൊഴുത്തിൽ നിന്ന് പശുക്കൾ വിരളി പിടിച്ചതായി കാണപ്പെട്ടു എന്ന് ചില കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. കൂട്ടിൽ കിടക്കുന്ന പട്ടികൾ വെറുതെ കുറച്ച് ബഹളം വെച്ചതായും പറയപ്പെടുന്നു. പഴയ ശാസ്ത്രത്തെ അവഗണിക്കുകയും അതിനെതിരെ നിരന്തരം വാദിക്കുന്നവരും പാരമ്പര്യ ചികിത്സാ ശാസ്ത്രം പോലും തെറ്റാണെന്നാണ് പറയപ്പെടുന്നത്. ആധുനിക ചികിത്സയെന്ന് അവകാശപ്പെടുന്ന അലോപ്പതി മാത്രമാണ് ശരിയെന്ന് വാദിക്കുന്നവർ ജ്യോതിഷത്തെയും നിമിത്തശാസ്ത്രത്തെയും അന്ധവിശ്വാസമായിട്ടാണ് കണക്കാക്കാറ്. എന്നാൽ വിദേശ ശാസ്ത്രജ്ഞന്മാർ ഭൂകമ്പം, സുനാമിയെപ്പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ദുരന്തങ്ങളെ മുൻകൂട്ടി കാണുന്ന പക്ഷിയായ ഫസറ്റുകളെ വളർത്തുന്നു. ഈ പക്ഷികളുടെ തലയിൽ പ്രത്യേക മൈക്രോ ചിപ്പുകൾ ഘടിപ്പിച്ച് കമ്പ്യൂട്ടർ സഹായത്തോടെ ഈ ചിപ്പുകളെ നിരീക്ഷിച്ച് പക്ഷിയുടെ ശ്രേഷ്ഠകളെ വിലയിരുത്തി ദുരന്തങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നു വിദേശ രാജ്യങ്ങൾ. ഈ സമയത്ത് കൂടുതൽ അസ്വസ്ഥരായി കാണുന്നു പക്ഷികളെന്ന് അവർ അവകാശപ്പെടുന്നു. ഭൂമികുലുക്കം, കൊടുങ്കാറ്റും ഉണ്ടാകുന്നതിന് മുമ്പ് അത് മുൻകൂട്ടി അറിഞ്ഞ് വന്യജീവികളും അലഞ്ഞു തിരിയുന്ന നായ്ക്കൾ പോലും അവിടം വിട്ട് ഓടിയകലാനുള്ള പ്രവണത കാണിക്കുന്നു എന്ന് പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. ലോകോ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഭാരതീയ സംസ്കൃതിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ച സഹനാഭവന്തു എന്ന് തുടങ്ങുന്ന വേദമന്ത്രത്തിൻ്റെ അർത്ഥം ഒരുമിച്ച് ജീവിക്കാം, ഒരുമിച്ച് ഭക്ഷിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം, അപ്രകാരം ഒരുമിച്ച് ചൈതന്യമുള്ളവരായി തീരാം. ആകാശത്തു നിന്ന് വീഴുന്ന മഴത്തുള്ളികൾ ഒരുമിച്ച് ചേർന്ന് ചാലുകളായി, തോടുകളായി, നദികളായി, മഹാസാഗരങ്ങളിലേക്ക് പോകുന്നത് പോലെ ഏത് ഈശ്വരനെ ആരാധിച്ചാലും പരമമായ ബ്രഹ്മത്തിൽ തന്നെ അത് എത്തിച്ചേരും എന്ന് പറഞ്ഞവരാണ് ഭാരതീയർ. ലോകരാഷ്ട്രങ്ങൾ നമ്മുടെ സംസ്കാരം അംഗീകരിച്ചു വരികയാണ്. അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ 70 സൈക്കോളജി പ്രൊഫസർമാർ പറയുന്നു,
കുട്ടികൾ പതിവായി രാവിലെ 15 മിനിറ്റ് ഭഗവത്ഗീത ചൊല്ലുമ്പോൾ അവരുടെ പെരുമാറ്റ രീതിയിൽ അസാധാരണമാം വിധം മാറ്റം സംഭവിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. 10,000-കണക്കിന് അമേരിക്കക്കാരും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഭാരതീയ അറിവുകൾ ഉപയോഗിച്ച് അവരുടെ ജനതയെ പുനരുദ്ധരിപ്പിക്കുന്നു. രാമക്ഷേത്രം എല്ലാ വിദേശ രാജ്യങ്ങളിലും ഉയർന്നു വരും. ജ്യോതിശാസ്ത്ര പിതാവ് എന്നറിയപ്പെടുന്ന വരാഹമിഹിരൻ എന്ന ആചാര്യൻ ഭാരതത്തിലാണ് ഭൂജാതനായത്. ഭാരതം ദേവഭൂമിയാണെന്ന് മനസ്സിലാക്കിയവരാണ് ചില ലോകരാജ്യങ്ങൾ. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒന്നായ അദ്ദേഹം ബ്രഹ്മജ്ഞാനം കൊണ്ടും ഭാരത പൈതൃകത്തിൽ ഒളിഞ്ഞുകിടന്നിരുന്ന ജ്യോതിശാസ്ത്രം എന്ന അത്ഭുത വിഷയത്തെ തുറന്നു കാട്ടുവാനും ഭാരതീയർക്ക് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി ഹോരാശാസ്ത്രം എന്ന അപൂർവ ഗ്രന്ഥം അദ്ദേഹത്തിനാൽ രചിക്കപ്പെട്ടു. നക്ഷത്രങ്ങളും രാശികളും നവഗ്രഹങ്ങളും ഭൂമിയിലെ സർവചരാചരങ്ങളുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു എന്ന് അദ്ദേഹം അതിൽ തുറന്നു കാട്ടുന്നു. നക്ഷത്രങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും ആ ആചാര്യനാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ പോലെ ദീർഘദൂരദർശിനികളോ ബഹിരാകാശ പേടകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളോ ഒന്നും തന്നെ ഇല്ലാത്ത കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നതാണ് ജ്യോതിശാസ്ത്രം. ഇന്ന ഗ്രഹസ്ഥിതികൾ വന്നാൽ ഇന്നതാണ് ഫലമെന്ന് ജ്യോതിഷ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ശ്ലോകത്തിൽ ആധികാരികമായി ഉദ്ധരിച്ചാൽ മാത്രം പോരാ. ചില ഗ്രഹസ്ഥിതി ഒറ്റ നോട്ടത്തിൽ അനുകൂലമായും മറ്റൊരു വിധത്തിൽ പ്രതികൂലമായും മൂന്നാമതൊരു വിധത്തിൽ യോഗഫലങ്ങൾ കൊണ്ടും അങ്ങനെ വിവിധ തരത്തിലുള്ള ഫലഭാഗങ്ങളെ ബുദ്ധിപൂർവം ആലോചിച്ച് യുക്തിയെ മുൻനിർത്തി പ്രവചിക്കണം. അപ്പോൾ ആ പ്രവചനം ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പരിവേഷം അണിയും. പഴയ രീതിയെയും പുതിയ രീതികളെയും സമന്വയിച്ച് പ്രകൃതിക്ഷോഭ സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കി രക്ഷാപ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാവുകയുള്ളൂ. എല്ലാ പ്രയത്നങ്ങളിലും നിങ്ങളുടെ ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കുക. അതാണ് ഏറ്റവും വലിയ ആത്മീയ വിജയം. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.